നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ജില്ലയിൽ പ്രവേശിച്ചു. യാത്രയ്ക്ക് UDF പ്രവർത്തകർ അടിമാലിയിൽ ആവേശോജ്വലമായ ആദ്യ സ്വീകരണമൊരുക്കി. യുവജനങ്ങൾക്കായുള്ള ടീം കേരള പരിശീലനം തൊടുപുഴയിൽ ആരംഭിച്ചു. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ PRO VA ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയെ ബാധിക്കുന്ന ഭൂമി പ്രശ്നങ്ങൾ UDF അധികാരത്തിലെത്തിയാൽ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടിമാലിയിൽ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ഇടുക്കിയിൽ എയർ സ്ട്രിപ്പ് ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതുയുഗ യാത്രയ്ക്ക് നെടുങ്കണ്ടത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവിന്റെ ഇടുക്കി ജില്ലയിലെ പര്യടനത്തെ പോലും ഉടുമ്പൻചോലയിലെ CPM ഭയപ്പെടുന്നുവെന്ന് കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് ടിബിൻ ജോർജ്. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. യാത്രയ്ക്ക് UDF പ്രവർത്തകർ അടിമാലിയിൽ ആവേശോജ്വലമായ ആദ്യ സ്വീകരണമൊരുക്കി. UDF വെറും പ്രതിപക്ഷം മാത്രമല്ല, ഇപ്പോഴെന്നും ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അധികാരത്തിൽ വരേണ്ട മുന്നണിയായി മാറിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വിവിധ ജില്ലകളിലൂടെ പ്രയാണം നടത്തി ഇടുക്കിയിൽ പ്രവേശിച്ചു. യാത്രയ്ക്ക് UDF പ്രവർത്തകർ അടിമാലിയിൽ ആവേശോജ്വലമായ ആദ്യ സ്വീകരണമൊരുക്കി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനെ സമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. UDF വെറും പ്രതിപക്ഷം മാത്രമല്ല, ഇപ്പോഴെന്നും ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അധികാരത്തിൽ വരേണ്ട മുന്നണിയായി മാറിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇവർ കേരളത്തെ തകർത്തു. നമ്മൾ വെറും പ്രതിപക്ഷം മാത്രമല്ല, ഇപ്പോൾ ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ്. എവിടെയാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം നമുക്ക് വിജയിക്കണം. എവിടെയെല്ലാം ഈ സർക്കാർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി അവിടെയെല്ലാം നമുക്ക് കേരളത്തെ പുനരുജ്ജീവിപ്പിക്കണം. ഇവർ തകർത്ത സമ്പദ്ഘടന നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. നല്ല ധനകാര്യ മാനേജ്മെന്റിലൂടെ, തന്ത്രപൂർവമായ നികുതി ഭരണത്തിലൂടെ ഖജനാവിന്റെ ചോർച്ച അടച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. അതാണ് ഒരു സർക്കാരിന്റെ ജോലി. UDFന്റെ വിവിധ സംസ്ഥാന നേതാക്കളും UDF ജില്ലാ നേതൃത്വവും സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ വിവിധ കർഷക സംഘടനാ നേതാക്കൾ, ആദിവാസി ഗോത്ര സംഘടനാ പ്രതിനിധികൾ, വ്യാപാരികൾ, ദളിത് സംഘടനാ നേതാക്കൾ, തോട്ടം തൊഴിലാളികൾ എന്നിവരുമായി ജില്ലയിലെ വികസന പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും ചർച്ച ചെയ്യും. അടിമാലി ക്ലബ് ഹാളിലായിരുന്നു പരിപാടി ഒരുക്കിയിരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയുടെ അടിമാലിയിലെ സ്വീകരണ സമ്മേളനം ദേവികുളം മണ്ഡലത്തിലെ UDFന്റെ ശക്തി പ്രകടനമാക്കി പ്രവർത്തകർ മാറ്റി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഇടുക്കി ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ യുവജനങ്ങൾക്കായുള്ള ടീം കേരള പരിശീലനം ആരംഭിച്ചു. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ PRO VA ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ജെന്നി K. അലക്സ് അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഇടുക്കി ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ യുവജനങ്ങൾക്കായുള്ള ടീം കേരള പരിശീലനം ആരംഭിച്ചു. ചടങ്ങിൽ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ജെന്നി K. അലക്സ് അധ്യക്ഷത വഹിച്ച യോഗം തൊടുപുഴ പോലീസ് സ്റ്റേഷൻ PRO VA ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഒരു ആക്ഷനിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ പരലോകമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സന്തോഷത്തിന്റെ നാളുകളിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ, ഒരു ജീവൻ, ഒരാളുടെ നല്ല ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ നമുക്കത് വലിയ ഗുണം ചെയ്യും. നമ്മളും അതുപോലെയാണ്, നമ്മളെ മറ്റാരെങ്കിലും രക്ഷിക്കണം. അപ്പം ഞാൻ ഉരുണ്ട പഠിച്ചു കൊടുക്കണം,
പെട്ടെന്ന് ചോക്കിങ്ങിൻ്റെ കാര്യവും ഗർഭിണിയായ സ്ത്രീയെ എങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അമലൊരു പേരന ആദ്യ ജോലിയൊക്കെ വന്ന് അത് പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ മൊബൈലിൽ നോക്കി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്കും കൂടെ അത് ആവശ്യമുള്ള സാധനമാണ്. പിന്നെ പ്രായത്തിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. ഞാനിവിടെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഞാനവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ പലപ്പോഴും എഴുന്നേറ്റ് നിന്ന് കാണാൻ പറഞ്ഞപ്പോൾ എഴുന്നേക്കാൻ മടി കാണിക്കുന്നത് ഞാൻ കണ്ടു. കാരണം അവിടെ ഒരു സാധനം ചെയ്യുകയാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, ഒന്നും വിചാരിക്കരുത്. അപ്പം അത് എനിക്കും ഇങ്ങനെ നിങ്ങളുടേതായ പ്രായമുണ്ടായിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിലേക്ക് പോയി. കാരണം ഞാനിവിടെ ഫയർഫോഴ്സ് അല്ല, ഇനി വലിയ IPS കാരനോ IAS കാരനോ അല്ലെങ്കിൽ വലിയ മന്ത്രി വന്നിട്ട് ക്ലാസ്സെടുത്താണ് ഞാനിവിടെ അടുത്ത കൂട്ടുകാരനോട് കാണിക്കുന്നവരുടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചടങ്ങിൽ ശങ്കർ MS, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ തൊടുപുഴ, ഫയർ സ്റ്റേഷൻ ഓഫീസർ സാദിഖ്, ഓഫീസർമാരായ സച്ചിൻ സാജൻ, അജയ് കുമാർ, സാഹസിക പരിശീലകരായ മോഹൻ, സനൽ, പ്രദീപ് TR, MP ശശീന്ദ്രൻ, റിട്ടയർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഡോക്ടർ ബോണി ബോസ്, ന്യൂമാൻ കോളേജ് എന്നിവർ ക്ലാസ് നയിച്ചു. 65 യുവജനങ്ങൾ രജിസ്റ്റർ ചെയ്തു. ദുരന്ത നിവാരണം, ഫസ്റ്റ് എയ്ഡ്, ഫയർ റെസ്ക്യൂ മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയെ ബാധിക്കുന്ന ഭൂമി പ്രശ്നങ്ങൾ UDF അധികാരത്തിലെത്തിയാൽ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടിമാലിയിൽ പറഞ്ഞു. ജില്ലയിലെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു ഇടുക്കി ഡോക്യുമെന്റ് UDF തയ്യാറാക്കിയിട്ടുണ്ട്. സമയബന്ധിതമായി ഇടുക്കി ജില്ലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായ പരിഹാരമുണ്ടാക്കും. ഒരുപാട് പ്രശ്നങ്ങൾ, ഗവൺമെന്റിന്റെ അനാസ്ഥയും ഗവൺമെന്റിന്റെ അവഗണനയും കോടതികളിലെ വ്യത്യസ്തമായ വിരുദ്ധമായ നിലപാടുകളും കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുകയാണ് ഈ ജില്ലയിൽ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഭൂമി പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് UDF അധികാരത്തിൽ വരുമ്പോൾ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പുകൊടുത്തിട്ടുണ്ട്. ഈ ജില്ലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇടുക്കി ഡോക്യുമെന്റ് ഞങ്ങൾ തയ്യാറാക്കുകയും സമയബന്ധിതമായി ഇടുക്കി ജില്ലയിൽ നിന്ന് ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇടുക്കി ജില്ലയിൽ പ്രത്യേകമായ കോൺക്ലേവ് നമ്മുടെ ബഹുമാനായ MPയുടെ നേതൃത്വത്തിൽ നടത്തി. അന്നും ഞങ്ങൾ ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇന്നും സമാനമായ വിഷയങ്ങളാണ് കൂടുതൽ ഉയർന്നു വന്നത്. അതിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാകും. രാജാക്കാട് പഞ്ചായത്തിലെ NR സിറ്റിയിൽ അനുവദിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഉദ്ഘാടനം 26-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ബെന്നി പാലക്കാട്ട് സ്വാഗതം ആശംസിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. M. മണി MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ രാജാക്കാട് പഞ്ചായത്തിലെ NR സിറ്റിയിൽ അനുവദിച്ച രാജാക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഉദ്ഘാടനം 26-ന് മുഖ്യമന്ത്രി നടത്തും. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള സ്വാഗത സംഘം രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് രൂപീകരിച്ചു. രാജാക്കാട് ബൈസൺവാലി, രാജകുമാരി, സേനാപതി, ശാന്തമ്പാറ, ഉടുമ്പൻചോല, കൊന്നത്തടി, വെള്ളത്തൂവൽ എന്നീ 8 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ് ഇവയുടെ മധ്യഭാഗത്തുള്ള ഫയർ സ്റ്റേഷൻ. NR സിറ്റിയിൽ ചെറുകുഴിയിൽ വിനോദിന്റെ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ ബെന്നി പാലക്കാട്ട് സ്വാഗതം ആശംസിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതെന്ന് പറയുന്ന ഈ സ്ഥലത്തിനുള്ള വാടക നൽകും. അപ്പോൾ അവർ തരുന്നത് നമുക്ക് ഈ കെട്ടിടം മാത്രമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഫയർ സർവീസിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് 24 മണിക്കൂറും അവിടെ ജീവനക്കാരുണ്ടാവും. 365 ദിവസവും 24 മണിക്കൂറും നമുക്ക് സേവനം കൊടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയ്ക്ക് ഈ വരുന്ന ജീവനക്കാർ അവിടെ താമസിച്ചാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം G. ശങ്കർകുമാർ, ബൈസൺവാലി പഞ്ചായത്ത് പ്രസിഡന്റ് ശാലുമോൾ സാബു, രാജാക്കാട് പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറക്കൽ, ബ്ലോക്ക് മെമ്പർമാരായ വിപിൻ C. അഗസ്റ്റിൻ, P. രാജാറാം, വിവിധ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ MN ഹരിക്കുട്ടൻ, സേനാപതി ശശി, CR രാജു, ആശ അജിമോൻ, ജോഷി കന്യാകുഴി, ബിന്ദു ജീവൻകുമാർ, സാജു എബ്രഹാം, TK സുജിത്, രാജാക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, NR സിറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി KT IB, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ശൈലജ സുരേന്ദ്രൻ, സുമ സുരേന്ദ്രൻ, R. ബാലൻപിള്ള, VV ബാബു, ഷാജി വയലിൽ, സിബി കൊച്ചുവള്ളാട്ട്, ഷാജി അമ്പാട്ട്, MA ഷിനു, ജമാൽ ഇടിശ്ശേരിക്കുടി, KS ശിവൻ, സജി കോട്ടക്കൽ, VC ജോൺസൺ, ടൈറ്റസ് ജേക്കബ്, ബിജി സന്തോഷ് എന്നിവർ പങ്കെടുത്തു. അപ്പോൾ അതുപോലെ തന്നെയാണ് അഴിമതി പഞ്ചായത്ത്, ഇതുപോലെ തന്നെയാണ് അഴിമതി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം ചെയ്തതെന്ന് പറയും. അതുപോലെ സേനാപതിക്കാരും പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഇവരുടെ അടുത്തിരിക്കുന്ന പഞ്ചായത്തുകാരായതുകൊണ്ട് ഇവരോടൊക്കെ 1,00,000 രൂപ ഒരു പഞ്ചായത്ത് വെച്ച് വാങ്ങിച്ചാൽ പോലും
അതെങ്ങനെ വാങ്ങിക്കണം എന്നുള്ളത് പഞ്ചായത്ത് തന്നെ തീരുമാനിച്ചാൽ ഇപ്പൊ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനെ പ്രതികരിച്ച് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് രാജാക്കാട് മത്സര അസോസിയേഷൻ ഉള്ളത്. രാജാക്കാട് മത്സര അസോസിയേഷന് കീഴിലാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വന്ന് അതിന്റെ ആനുപാതികമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ്. യാതൊരു പ്രശ്നങ്ങളില്ല, നമ്മൾ കൊടുക്കും. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. കാരണം ഒരു വർഷത്തോടെ ബഡ്ജറ്റ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനുണ്ടെങ്കിൽ അത് രാജാക്കാട് മത്സര അസോസിയേഷൻ അതിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞാൽ ഞങ്ങൾ തരാൻ തയ്യാറാണ്. അങ്ങനത്തെ യാതൊരു തർക്കമില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ചെയർപേഴ്സണും ബേബിലാൽ കൺവീനറും VS ബിജു ട്രഷററുമായുള്ള 101 അംഗ സ്വാഗത സംഘം കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. UDF അധികാരത്തിൽ വന്നാൽ ഇടുക്കിയിൽ എയർ സ്ട്രിപ്പ് ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതുയുഗ യാത്രയ്ക്ക് നെടുങ്കണ്ടത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ആക്ഷേപിക്കുന്ന MM മണിയുടെ ശൈലിക്കെതിരെയും VD സതീശൻ പ്രതികരിച്ചു. നെടുങ്കണ്ടത്ത് നടന്ന സ്വീകരണ യോഗം MK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല നിയോജക മണ്ഡലം കൺവീനർ MJ കുര്യൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ഇടുക്കിയിൽ എയർ സ്ട്രിപ്പ് ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതുയുഗ യാത്രയ്ക്ക് നെടുങ്കണ്ടത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിലെ ഭൂപ്രശ്നം പൂർണ്ണമായി പരിഹരിക്കും. ഉപാധിരഹിത പട്ടയം നൽകും. കർഷകരെ സംരക്ഷിക്കും. വന്യമൃഗ ആക്രമണം തടയുന്നതിനായി ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കും. ഏലമലകൾ വനഭൂമിയല്ല, റവന്യൂ ഭൂമിയാണ്. കേരളത്തിലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ മേഖലയെ ആരോഗ്യവതിയായി നടത്തും. സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുടിയേറ്റക്കാരെ പൂർണ്ണമായി സംരക്ഷിക്കും, കർഷകരെ സംരക്ഷിക്കും. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള സമഗ്രമായ പദ്ധതി UDF തയ്യാറാക്കിയിട്ടുണ്ട്. മലയോര സമരയാത്രയുമായി വന്നപ്പോഴുള്ള വാക്കാണ്. ഇടുക്കി ജില്ലയിലെ ടൂറിസം പദ്ധതികൾ, ടൂറിസം മാപ്പ് തന്നെ ഇടുക്കിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കും. UDF വരുമ്പോൾ അവർ കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും UK-യിലും പോയി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ, കോഴ്സുകൾ നമ്മൾ കേരളത്തിലെ സർവകലാശാലകളിൽ ആരംഭിക്കും. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കും. അവർ പഠിച്ചു പുറത്തു വരുമ്പോൾ അവർക്ക് ഒന്നുകിൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം, അതിനായിട്ടുള്ളൊരു സമഗ്ര തൊഴിൽ സംരംഭ പദ്ധതി നമ്മൾ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കും. നെടുങ്കണ്ടത്ത് നടന്ന സ്വീകരണ യോഗം MK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല നിയോജക മണ്ഡലം കൺവീനർ MJ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. UDF സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ്, VK ശ്രീകണ്ഠൻ, MB ഫ്രാൻസിസ് ജോർജ്, ബഷീർ, EM അഗസ്തി, ജോയ് വെട്ടിക്കുഴി, MN ഗോപി, ഇബ്രാഹിംകുട്ടി കല്ലാർ, സേനാപതി വേണു, ബെന്നി തുണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയിലെ പര്യടനത്തെ പോലും ഉടുമ്പൻചോലയിലെ CPM ഭയപ്പെടുന്നുവെന്ന് കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് ടിബിൻ ജോർജ്. പുതുയുഗ യാത്ര കടന്നു ചെല്ലുന്ന ജില്ലകളിൽ വലിയ സ്വീകാര്യത കിട്ടുന്നത് ഇടതുപക്ഷത്തിനെ ഭയപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ യാത്രയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച പതാകകൾ CPM നശിപ്പിച്ചതിലൂടെ വെളിവാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ഇടുക്കി ജില്ലയിലെ പര്യടനത്തെ പോലും ഉടുമ്പൻചോലയിലെ CPM ഭയപ്പെടുന്നുവെന്ന് കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് ടിബിൻ ജോർജ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF നേതാക്കന്മാർ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പുതുയുഗ യാത്ര കടന്നു ചെല്ലുന്ന ജില്ലകളിൽ വലിയ സ്വീകാര്യത കിട്ടുന്നത് ഇടതുപക്ഷത്തിനെ ഭയപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ യാത്രയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച പതാകകൾ CPM നശിപ്പിച്ചതിലൂടെ വെളിവാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പുതുയുഗ യാത്ര കടന്നു വരുന്ന പ്രദേശങ്ങളായ കാര്യത്തു, തിങ്ങൾക്കാട് മുതൽ പാറത്തോട് വരെയുള്ള പ്രദേശങ്ങൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി അലങ്കരിക്കുകയും ചിട്ടയായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആളുകളെ ഏർപ്പാട് ചെയ്ത് പരിപാടി വിജയിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുകയുണ്ടായി. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ രാത്രിയിൽ തിങ്ങൾക്കാട് മുതൽ മയിലാടുംപാറയുള്ളവരെയുള്ള പ്രദേശത്തിന് ശേഷം വരുന്ന പാറത്തോട് പാലം കേന്ദ്രീകരിച്ചുള്ള പ്രദേശത്ത് വളരെ മനോഹരമായി ഞങ്ങൾ നാട്ടിയിരുന്ന ഒരു 150-200 ഇടയ്ക്ക് വരുന്ന കൊടികൾ, പാറത്തോട് പാലത്തിൻ്റെ ഇരുവശത്തും ഉണ്ടായിരുന്ന കൊടികൾ പൂർണ്ണമായും ചില സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെടുകയുണ്ടായി. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, പുതുയുഗ യാത്രയുടെ സന്ദേശം, അത് ആശയപരമായി നേരിടുന്നതിന് ഭയമുള്ളവരും തെരഞ്ഞെടുപ്പുകളിൽ പോലും ഫ്ലക്സുകളും ഇതര പ്രസ്ഥാനങ്ങളുടെ പ്രചരണ വസ്തുക്കൾ നശിപ്പിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണ് ഇതിന് പിന്നിലെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ അന്വേഷണങ്ങൾ അതിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കൃത്യമായ അന്വേഷണങ്ങൾ ഉണ്ടാകാതിരുന്നാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃത്യമായ സമര പരിപാടികൾ മുന്നോട്ട് ആവിഷ്കരിക്കുന്നതായിരിക്കും. നമ്മൾക്കറിയാം, ഏതൊരു പ്രദേശത്തായാലും
ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതാണ്. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാരണവശാൽ നിഷേധിക്കപ്പെടാൻ പാടുള്ളതല്ല. കൃത്യമായ രീതിയിലുള്ള പ്രചരണങ്ങൾ, നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും കണ്ട് ഞങ്ങൾ പിന്നോട്ട് പോകുന്നവരല്ല. ഇനിയും പാറത്തോട് പോലുള്ള പ്രദേശങ്ങളിൽ ഇതേ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. നെടുങ്കണ്ടത്തെത്തുന്ന യാത്രയുടെ പ്രചരണാർത്ഥം നെടുങ്കണ്ടം പാറത്തോട് മേഖലയിൽ സ്ഥാപിച്ചിരുന്ന നൂറുകണക്കിന് കൊടികളാണ് കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചത്. ഇത്തരം ശൈലികൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും ഇതുകൊണ്ടൊന്നും ജനവികാരത്തെ കളഞ്ഞു നിർത്തുവാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആവില്ലെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിലടക്കം ജില്ലയിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴയിൽ MDMAയുമായി യുവാക്കൾ പിടിയിൽ. തൊടുപുഴ അറക്കപ്പാറയിലുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് 39.952 ഗ്രാം MDMAയുമായാണ് ഇവർ പിടിയിലായത്. ഹാരിസ് നാസർ, തോംസൺ ജോയ് എന്നിവരെയാണ് പിടികൂടിയത്. ഹാരിസ് നാസർ മുൻപും മയക്കുമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ലഹരി വിൽപ്പനയുടെ കേന്ദ്രമായി തൊടുപുഴ മാറുന്നു എന്ന ആശങ്ക ശരിവെച്ചുകൊണ്ട് വീണ്ടും വൻ ലഹരിവേട്ട. ഒളമറ്റം അറക്കപ്പാറ ഭാഗത്ത് തൊടുപുഴ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 39 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായത്. തൊടുപുഴ എക്സൈസ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ബിനു വർഗീസും പാർട്ടിയും പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് പിടികൂടിയത്. നെയ്ശ്ശേരി സ്വദേശി ഇടനേക്കൽ വീട്ടിൽ നാസർ മകൻ ഹാരിസ്, മൈലക്കൊമ്പ് കരയിൽ കണ്ണിറ്റിൽ വീട്ടിൽ ജോയ് മകൻ തോംസൺ ജോയ് എന്നിവരാണ് അറസ്റ്റിലായത്. ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച KL38L 8870 സുസുക്കി വാഹനവും കസ്റ്റഡിയിലെടുത്തുവെന്ന് തൊടുപുഴ എക്സൈസ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ബിനു വർഗീസ് പറഞ്ഞു. ഒളമറ്റം അറക്കപ്പാറ ഭാഗത്ത് നടത്തിയ പട്രോളിങ്ങിനിടെ ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവതിക്കുന്നൽ അപ്പാർട്ട്മെൻറ്റിൽ യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്ന് അതിൽ പാർട്ടി സഹിതം ചെന്ന് അന്വേഷിച്ച് പരിശോധിച്ചതിൽ 2 യുവാക്കൾ ലഹരിയുമായി പിടിക്കപ്പെടുകയുണ്ടായി. 39 ഗ്രാമോളം MDMA ഇവരുടെ കൈവശം നിന്ന് കണ്ടെത്തുകയുണ്ടായി. 10 ഗ്രാം കഞ്ചാവ്, ഇവർ കടത്താൻ ഉപയോഗിച്ച വാഹനം എന്നിവ കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമപ്രകാരം മെഡിക്കൽ എടുക്കുന്നതിനും കോടതിയിൽ ഹാജരാക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നെയ്ശ്ശേരി ഭാഗത്ത് താമസിക്കുന്ന ഹാരിസ് എന്നയാളും മയിലക്കൊമ്പ് ഭാഗത്ത് താമസിക്കുന്ന തോംസൺ എന്നയാളുമാണ് പ്രതികൾ. ഇവർ 2 പേരും മുൻകാല കുറ്റവാളികളാണ്. ഹാരിസിൻ്റെ പേരിൽ മേജർ കേസുകൾ ഉണ്ടായിട്ടുള്ളതാണ്. 3 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം നിലവിൽ പുറത്തു വന്നതിന് ശേഷമാണ് ഈ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞ തോംസൺ എന്നയാളും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. 2 പേരെ പറ്റി നിരീക്ഷണങ്ങൾ നടത്തി ഒക്കെ വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇതിന് ഇൻഫർമേഷൻ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസെടുക്കുന്നത്. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രേഡ് ബിൻസാദ് CM, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ KR ബിജു, PA സെബാസ്റ്റ്യൻ, KK മജീദ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഡെന്നി ജസ്മോൻ, നൌഫൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിന്ധു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിലെ റൂബി ജൂബിലി സമാപന സമ്മേളനവും സാംസ്കാരിക സംഗമവും നടന്നു. PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഫാദർ മാത്യു മഞ്ഞിക്കുന്തൽ അധ്യക്ഷത വഹിച്ചു. PC സിറിക് IAS സ്മരണിക പ്രകാശനവും എഴുത്തുകാരൻ ജിജി K ഫിലിപ്പ് മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു. ഉപാസന സാംസ്കാരിക വേദിയുടെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച ഉപാസന നമ്മുടെ ഈ മേഖലയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർന്നു. മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും പരിപാടി നടത്തി ശ്രദ്ധേയമായി. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വന്നുകൂടാവുന്ന ഒരു കേന്ദ്രമായി ഇതിനെ വളർത്തി. ഈ അവസരത്തിൽ ഫാദർ ആൽബർട്ട് നമ്പ്യാവർമ്മലിനെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. എൻ്റെ സെക്രട്ടറിയായ ശ്രീ MU ജോണിനെയും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മുടങ്ങാതെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രശസ്തരായ ആളുകളെ ഇവിടെ ക്ഷണിച്ചു വരുത്തി വേദി ഒരുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. അങ്ങനെ ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ
40-ാം വർഷം ആഘോഷിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഇനിയും ഇത് തുടർന്ന് ഈ പ്രവർത്തനങ്ങളും നാദോപാസന പോലുള്ള കാര്യങ്ങൾ സംഗീത താല്പര്യമുള്ള എത്രയോ ഫാദേഴ്സ് ഇവിടെയുണ്ട്. അതുകൊണ്ട് പാട്ട് ഈണം പകരുന്നവർ, രചിക്കുന്നവർ, പാടുന്നവർ, അതൊരു വലിയൊരു കാര്യമാണ്. അതിനെല്ലാം വേദിയൊരുക്കുന്ന ഉപാസനയ്ക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു. പ്രൊവിൻഷ്യൽ റവറന്റ് ഫാദർ മാത്യു മഞ്ഞക്കുന്നിൽ CMI അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ജിജി കെ ഫിലിപ്പ് മുഖ്യ പ്രഭാഷണം നടത്തി. ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് പരത്തിനാൽ CMI, കെ ഗോപാലകൃഷ്ണൻ, പ്രൊഫസർ കൊച്ചിത്രേസ്യ തോമസ്, ഫാദർ ജെയിംസ് മടത്തിക്കണ്ടത്തിൽ CMI, ഡോക്ടർ സാബു വർഗീസ്, തോമസ് കുണിങ്ങി, ഷാജി മുതുകുളം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ റൂബി ജൂബിലി സ്മരണകയുടെയും കാവ്യകഥാവേദി ഒരുക്കിയ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു. പൊതുയോഗത്തിന് ശേഷം വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും കലാപരിപാടികൾ നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടനത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ 7-ന് മലയാറ്റൂർ മഹായിടവകയുടെ നേതൃത്വത്തിൽ മല കയറിയതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമായത്. അടിവാരത്ത് മാർത്തോമാ സ്ലീഹായുടെ രൂപത്തിനു മുൻപിൽ കുരിശുമുടി റെക്ടർ ഫാദർ ജോസ് ഒഴലക്കാട്ട് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് മലയാറ്റൂർ മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ മല കയറി. ഞായറാഴ്ച രാവിലെ 7-ന് മലയടിവാരത്തെ മാർ തോമസ് ലീഹായുടെ രൂപത്തിനു മുന്നിൽ കുരിശുമുടി വൈസ് റെക്ടറും മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരിയുമായിരുന്ന ഫാദർ ജോസ് ഒഴലക്കാട്ട് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുകയും തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. മലയാറ്റൂർ മഹാ ഇടവകയിലെ മലയാറ്റൂർ, വിമലഗിരി, സെബിയൂർ, ഇല്ലിത്തോട് ഇടവകകളിലെ പുരോഹിതരും വിശ്വാസികളും കുരിശിന്റെ വഴി ചൊല്ലി മല കയറി. കുരിശു ചുമക്കുന്ന യേശുവിന്റെയും ഭടന്മാരുടെയും വേഷധാരികൾ മലകയറ്റ യാത്രയുടെ മുന്നിലുണ്ടായിരുന്നു. യേശുവിന്റെ പീഡാനുഭവ സഹനത്തിന്റെ ഓർമ്മയ്ക്കായുള്ള 14 സ്ഥലങ്ങളിലും പ്രാർത്ഥന നടത്തിയാണ് മല കയറിയത്. റോജി എം ജോൺ MLA, സെബിയൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ഷെറിൻ പുത്തൻപുരയ്ക്കൽ, വിമലഗിരി പരിശുദ്ധ അമലോദ്ഭവ മാതാ പള്ളി വികാരി ഫാദർ പോൾ പടയാട്ടി, ഇല്ലിത്തോട് തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ ജോൺസൺ വല്ലൂരാൻ, കുരിശുമുടി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ആന്റണി നടുവത്തുശ്ശേരി, മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി സഹവികാരി ഫാദർ ആൽവിൻ വെള്ളാഞ്ഞിയിൽ തുടങ്ങിയവർ മലകയറ്റത്തിന് നേതൃത്വം നൽകി. തീർത്ഥയാത്ര മലമുകളിൽ എത്തിയപ്പോൾ അവിടുത്തെ പള്ളിയിൽ കുർബാനയും നൊവേനയും നടന്നു. തീർത്ഥാടകർക്ക് ദിവസവും രാവിലെ 4:30 മുതൽ രാത്രി 10 വരെ മല കയറാം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 24 മണിക്കൂറും മല കയറാം. കുരിശുമുടി പള്ളിയിൽ ദിവസവും രാവിലെ 5:30, 7:30, 9:30 കുർബാന, നൊവേന, വൈകിട്ട് 6:30 വിശുദ്ധ കുർബാന, നൊവേന എന്നിവയുണ്ടാകും. ശനിയാഴ്ചകളിൽ രാത്രി 12-ന് വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടാകും. ഇരട്ടയാർ അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി. അയ്യപ്പ സേവാ സംഘം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് PN സതീശൻ ഭദ്രദീപം കൊളുത്തി പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്ര മേൽശാന്തി മോഹനൻ കാനത്തിൽ തിരുമേനി പണ്ടാരയടുപ്പിൽ അഗ്നി പകർന്നു. കുടിയേറ്റ കാലം മുതൽ ജാതിമത ഭേദങ്ങളില്ലാതെ ഒന്നായി കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന നാടിന്റെ ചൈതന്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടത്തിയത്. അയ്യപ്പ സേവാ സംഘം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് PN സതീശൻ ഭദ്രദീപം കൊളുത്തി പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രം തന്ത്രി നരമംഗലത്ത് ചെറിയ നീലകണ്ഠൻ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി മോഹനൻ കാനത്തിൽ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര പൂജാകർമ്മങ്ങൾ നടക്കുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ, പഴയ അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിന് തുല്യം പ്രാധാന്യമുള്ള കുടിയേറ്റ ക്ഷേത്രത്തിൽ ഒന്നാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഇവിടെയുള്ളത്. ക്ഷേത്രത്തിന് ഒരു 90 വർഷത്തിലെങ്കിലും പഴക്കമുണ്ട്. പുരാതന ക്ഷേത്രം തന്നെയെന്ന് പറയാം. അതിൻ്റെ ഏറ്റവും പ്രാധാന്യം ഈ സങ്കേതം, ക്ഷേത്ര സങ്കേതത്തിൽ വന്നു കഴിഞ്ഞാൽ അടയാളക്കല്ല് എന്ന അത്ഭുതമായ ഒരു ശില ഇവിടെയുണ്ട്. അയ്യപ്പ സേവാ സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം PV സുരേഷ്, ഇടുക്കി യൂണിയൻ സെക്രട്ടറി PG പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് KG വാസുദേവൻ നായർ, വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ പാലക്കാട്ട് തെക്കേതിൽ, സെക്രട്ടറി സതീഷ് കുമാർ ചെമ്പകശ്ശേരിൽ, ശിവദാസ് പുതുപ്പറമ്പിൽ, ശ്രീകാന്ത് ഇടാട്ടയിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. KCYM രാജാക്കാട്, കുഞ്ചിത്തണ്ണി മേഖലകളുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം നടത്തി. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് എബിൻ അഗസ്തി അധ്യക്ഷത വഹിച്ചു. രൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട് ആമുഖ പ്രഭാഷണം നടത്തി. KCYM ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം രാജാക്കാട്, കുഞ്ചിത്തണ്ണി മേഖലാ യൂണിറ്റുകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന 2ാമത് അഖില കേരള വടംവലി മത്സരം രാജാക്കാട് ക്രിസ്തുരാജ് ഫൊറോന പള്ളി ഗ്രൗണ്ടിൽ വെച്ച് നടത്തി. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനങ്ങളുടെ കരുത്തും
അവിടെ ഒത്തുചേർന്നുള്ള പ്രവർത്തനവും എന്നും പ്രോത്സാഹിപ്പിക്കുവാനായി ക്രൈസ്തവ യുവജന സംഘടനയായ KCYM പ്രതിജ്ഞാബദ്ധമാണ്. മേഖലാ പ്രസിഡന്റ് എബിൻ ആഗസ്തി അധ്യക്ഷത വഹിച്ചു. രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട് ആമുഖ പ്രഭാഷണം നടത്തി. ഇടുക്കി രൂപത മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. രാജാക്കാട് ഫൊറാന പള്ളി വികാരി ഫാദർ മാത്യു കരോട്ടു കൊച്ചറയ്ക്കൽ, മേഖലാ ഡയറക്ടർ ഫാദർ ജോസ് പുതിയപറമ്പിൽ, രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിനി രാജേന്ദ്രൻ, രാജാക്കാട് സബ് ഇൻസ്പെക്ടർ അഭിജിത്ത്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട്, അലക്സ് പുളിമുട്ടിൽ, സിസ്റ്റർ റോസ്ന എന്നിവർ പ്രസംഗിച്ചു. KCYM രൂപത പ്രസിഡന്റ് സാം സണ്ണി പള്ളിയിൽ സ്വാഗതവും ജെറിൻ ജെ പട്ടാംകുളം നന്ദിയും അർപ്പിച്ചു. വേങ്ങാട് കവിത ടീം 1ാം സ്ഥാനവും ഗുരുവായൂർ സ്റ്റാർ വിഷൻ ടീം 2ാം സ്ഥാനവും നേടി. നാടിനും വേണ്ടി മികവിന്റെ പോരാട്ട ചൂടിലേക്ക് വടം വലിച്ച് കയറാൻ കടന്നു വന്നവർ കൈയടിച്ച് KHRA, ബേക്കേഴ്സ് അസോസിയേഷൻ, കേറ്ററിംഗ് അസോസിയേഷൻ എന്നിവ സംയുക്തമായി 24-ന് മെഡിക്കൽ ഹെൽത്ത് കെയർ ക്യാമ്പ് നടത്തും. തൊടുപുഴ തെനങ്കുന്ന് ബൈപ്പാസിലുള്ള KHRA ഭവനിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ക്യാമ്പ് ഫുഡ് സേഫ്റ്റി ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു P. ജോസഫ് ഉദ്ഘാടനം ചെയ്യും. KHRA യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിക്കും. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിലുള്ള മുഴുവൻ തൊഴിലാളികളും ക്യാമ്പിൽ പങ്കെടുത്ത് ഹെൽത്ത് കാർഡ് എടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ബേക്കേഴ്സ് അസോസിയേഷനും കേരള കാറ്റേഴ്സ് അസോസിയേഷനും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലബോറട്ടറി ഗ്രൂപ്പായ മൈക്രോടെക് ലബോറട്ടറി ലാബും സംയുക്തമായി നടത്തുന്ന ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് 24-ാം തീയതി ചൊവ്വാഴ്ച തൊടുപുഴയിൽ തെനങ്കുന്ന് ബൈപ്പാസിലുള്ള സെന്റ് മൈക്കിൾ ആർക്കേഡിലുള്ള KHRA ഭവനിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ നമ്മുടെ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു P. ജോസഫ് അവറുകളാണ്. ഇതിൽ ആശംസ അറിയിക്കുന്നത് KHRA ജില്ലാ അധ്യക്ഷൻ ജയൻ ജോസഫ്, അതുപോലെ തന്നെ ലേബർ ഓഫീസർ അബി സെബാസ്റ്റ്യൻ, ബേക്കേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് മരിയ, കേറ്റേഴ്സ് അസോസിയേഷൻ്റെ മേഖലാ പ്രസിഡന്റ് റോജൻ കെ ജോസഫാണ്. ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള സൗകര്യവും അതുപോലെ തന്നെ പുതുതായി ആളുകൾക്ക് വ്യാപാരികൾക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ അവസരങ്ങൾക്ക് പരമാവധി നമ്മളെല്ലാവരും പ്രയോജനപ്പെടുത്തണം. ഇനി ഈ വർഷം ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് പരമാവധി ഈ അവസരങ്ങളെല്ലാം നമ്മുടെ വ്യാപാരികളും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആളുകളും എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ജില്ലയിൽ പ്രവേശിച്ചു. യാത്രയ്ക്ക് UDF പ്രവർത്തകർ അടിമാലിയിൽ ആവേശോജ്വലമായ ആദ്യ സ്വീകരണം ഒരുക്കി. യുവജനങ്ങൾക്കായുള്ള ടീം കേരള പരിശീലനം തൊടുപുഴയിൽ ആരംഭിച്ചു. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ PRO VA ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയെ ബാധിക്കുന്ന ഭൂമി പ്രശ്നങ്ങൾ UDF അധികാരത്തിലെത്തിയാൽ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടിമാലിയിൽ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ഇടുക്കിയിൽ എയർ സ്ട്രിപ്പ് ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതുയുഗ യാത്രയ്ക്ക് നെടുങ്കണ്ടത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവിന്റെ ഇടുക്കി ജില്ലയിലെ പര്യടനത്തെ പോലും ഉടുമ്പൻചോലയിലെ CPM ഭയപ്പെടുന്നുവെന്ന് കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് ടിബിൻ ജോർജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.